സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ? അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ? ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളൂ. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതിലേക്ക് കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തികളും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടിയൊക്കെ അവർക്കൊന്ന് കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ. നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ? ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്നില്ലേ? നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ? അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. എനിക്കൊന്ന് പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം. ഇനി മേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആവും. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, പ്രണാമം. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തരേണ്ടായി. അതായത് ഒരു ക്രിസ്ത്യൻ ഫാദർ നമ്മുടെ ഓണത്തെ വളരെ മോശമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം അതിൽ പങ്കെടുക്കരുതെന്ന്. അപ്പം അദ്ദേഹം പറയുന്നത്, അതായത് മഹാബലിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന കഥയാണല്ലോ. അപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നവരെ അല്ല ആദരിക്കേണ്ടത്, അതും ചവിട്ടിത്താഴ്ത്തി പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നവരെ. നമ്മൾ സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തേണ്ടവരാണ്. നമ്മൾ പാതാളത്തിലേക്ക് നോക്കേണ്ടവരല്ല, സ്വർഗത്തിലേക്ക് നോക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞൊരു വളരെ ഒരു വികലമായി അദ്ദേഹം അത് അവതരിപ്പിക്കണ്ടായി. വളരെ വേദനയും ദുഃഖവും വിഷമവും തോന്നി. കാരണം മറ്റൊരു മതസംസ്കാരത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ അതോറിറ്റി മനസ്സിലാക്കാതെ നമ്മൾ കേട്ടത് മാത്രം പ്രചരിപ്പിക്കരുത്. അത് വളരെ നിന്ദ്യമാണ്. എനിക്ക് ആ ക്രിസ്ത്യൻ ഫാദറോട് പറയാനുള്ളത്, നിങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വലിയ സംസ്കൃതിയാണ് വേദനിപ്പിക്കുന്നത്. അത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കഥ ഏതോ സംസ്കാര ശൂന്യന്മാർ, എന്തിനേറെ ഒരു കാലത്ത് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന കുറേ സംസ്കാര ശൂന്യന്മാരായ നവോത്ഥാനക്കാരെന്ന് പറയുന്ന കുറേ അന്നത്തെ ഈ പണ്ഡിതന്മാർ പാഠപുസ്തകത്തിലൊക്കെ വികലമാക്കി ചേർത്ത് വെച്ചൊരു കഥയുണ്ട് മഹാബലിയെക്കുറിച്ച്. വാസ്തവത്തിൽ മഹാബലിയുടെ കഥ നിങ്ങളൊക്കെ കേട്ട് തെറ്റാണ്. അതിന് നിങ്ങൾ ഭാഗവതത്തിലേക്ക് വരണം. കാരണം ഭാഗവതം എന്ന കൃതിയാണ് മഹാബലിയുടെ ചരിത്രത്തെ വളരെ ഒത്തൻറ്റിക്കായിട്ട് വസ്തുനിഷ്ഠമായി പറയുന്ന ഒരു പുസ്തകം. അപ്പം അവിടെ നിങ്ങൾക്ക് 8-ാം സ്കന്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. 8-ാം സ്കന്ധം 22-ാം അധ്യായം 33-ാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായി വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ശ്ലോകം ഇങ്ങനെയാണ്. അവിടെ ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ, മഹാബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രതുല്യനായ മഹാരാജാവെ അങ്ങയ്ക്കെല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു, സൗഭാഗ്യങ്ങളും നേരുന്നു. സുതലം സ്വർഗബി പ്രാർത്ഥ്യം ജ്ഞാതിബി പരിവാരിത. സുതലം സ്വർഗബി, സ്വർഗത്തേക്കാൾ ഉത്കൃഷ്ടമായ, സ്വർഗത്തിനുപരിയായ സുതലം എന്നാണ്. പാതാളം എന്നുള്ളൊരു വാക്ക് ഭാഗവത്തിലില്ല. സുതലം സ്വർഗബി പ്രാർത്ഥ്യം ജ്ഞാതിബി പരിവാരിത. അങ്ങ് എല്ലാവരുമായിട്ട് സുതലത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റാലും, അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയല്ല ഇത്. സുതലത്തിലേക്ക് അനുഗ്രഹിച്ചുയർത്തിയ കഥയാണ്. പക്ഷെ ഇത് തെറ്റായി സമൂഹത്തിൽ കുറെ സംസ്കാര ശൂന്യന്മാർ പ്രചരിപ്പിച്ചതുകൊണ്ട് ഇന്നും ആളുകൾ പാതാളം എന്നുള്ള വാക്ക് തെറ്റായി പറയുന്നു. വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഫാദറോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങൊരു ക്രിസ്ത്യൻ ഫാദറാണല്ലോ, അങ്ങ് ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ ചിന്തിക്കുക. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ സ്വയം പഠിക്കാനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനുമായിരിക്കണം നമ്മൾ ഇത്തരം ചർച്ചകൾ വയ്ക്കുന്നത്. അതായത് ക്രിസ്തുമതം, നിങ്ങളതിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ, ക്രിസ്തുവിൽ നിന്നാണല്ലോ ക്രിസ്തുമതം വരുന്നതെന്നാണല്ലോ വിശ്വാസം. പക്ഷെ ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു ഒരു ജൂതനായി ജനിച്ച് ജൂത മതപ്രചാരകനായി അവസാനം അദ്ദേഹത്തിനെ റോമൻ ഗവർണർ പിലാത്തോസ്
ഈ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒറ്റിക്കൊടുത്തുകൊണ്ട്, കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്കറിയുന്ന കഥ ഇതുകൊണ്ട്, ഒറ്റിക്കൊടുത്ത് അവസാനം അദ്ദേഹത്തിനെ കുരിശിലേറ്റി. പിന്നീട് ക്രിസ്തുവിൻ്റെ മരണശേഷം, ക്രിസ്തു ജനിച്ചത് ബത്ലഹേമിലാണ്. ബത്ലഹേം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക്, അതായത് പലസ്തീനിലാണ്. ജെറൂസലേമിന് അടുത്താണ്, ഒരു 10 കിലോമീറ്റർ. ജെറൂസലേം ആണെങ്കിൽ ഇന്ന് നമുക്കറിയാം അത് ഇസ്രായേലിലാണ്. അപ്പം ജെറൂസലേമിൽ ജൂയിഷുകളാണ്. അതുപോലെ ക്രിസ്തു ഒരു ജൂതനായിരുന്നു. ക്രിസ്തു ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, അദ്ദേഹം ക്രിസ്തുമതം ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നീട് 350 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺസ്റ്റന്റീൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തി ആണ് ക്രിസ്തുമത സംസ്കാരത്തെ അംഗീകരിച്ച ക്രിസ്തുമതം ഒരു രൂപീകരണം ഉണ്ടാവുന്നത്. അത് 350 വർഷം കഴിഞ്ഞ് അത് റോമിലാണ് രൂപപ്പെടുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ ശരിക്കും ക്രിസ്തുമതം മനസ്സിലാക്കിയിട്ടുണ്ടോ? ക്രിസ്തുമതം ശരിക്കും ഉൾക്കൊണ്ടിട്ടെങ്കിൽ ക്രിസ്തുമതം ശരിക്കും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിലേക്ക് നോക്കുക. എവിടെയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആകാശത്തിനപ്പുറത്തൊരു സ്ഥലമുണ്ടെന്നാണ്. എന്നാൽ നിങ്ങൾ ശരിക്കും നോക്കൂ, ബൈബിളിലേക്ക് നോക്കൂ. മാർക്കോസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അതായത് 1:15 അവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അരികിലാണ്, തൊട്ടരികിലാണ്. പിന്നെ നിങ്ങൾക്ക് ലൂക്കോസിന്റെ കാണാം, അവിടെ നിങ്ങൾക്ക് കാണാം 17:21 നിങ്ങൾക്ക് കാണാം സ്വർഗരാജ്യം നിന്നിലാകുന്നു. സ്വർഗരാജ്യം ആകാശത്തിനപ്പുറത്ത് പറഞ്ഞില്ല, സ്വർഗരാജ്യം നിന്നിലാകുന്നു. അതുപോലെ മത്തായി, അവിടെ നിങ്ങൾക്ക് കാണാം 12:28 സ്വർഗരാജ്യം അന്വേഷിച്ച് പുറത്തു പോകേണ്ടതില്ല, സ്വർഗരാജ്യത്തെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, അത് നമ്മളിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ കൊരിന്ത്യർ തുടങ്ങിയിട്ടുള്ള പലരുടെയും വേർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗരാജ്യം അവനവനിൽ തന്നെയാണ്, അവനവന്റെ ഹൃദയത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ അവനവന്റെ ഹൃദയത്തിൽ സ്വർഗരാജ്യം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ബൈബിള് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുടെയും ഉറവിടമാണ്. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ, ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ സ്വർഗരാജ്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആദരിക്കാനും എല്ലാ സംസ്കൃതിയോടും ചേർന്ന് പോകാനും നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. നിങ്ങൾക്കത് സാധിക്കാതെ പോയത് നിങ്ങളുടെ വികലമായ മതചിന്തയാണ്. അപ്പോൾ ഇവിടെ സുതല ലോകം എന്ന് പറയുന്നത് അത് വലിയ മഹത്വമായ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. മഹാബലി തലകുനിക്കുമ്പോൾ തൻ്റെ ശിരസ് കുനിക്കുന്നത് തൻ്റെ അഹന്തയെ, ഞാനെന്ന ഭാവത്തെ മാറ്റുമ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നത്? സുതലത്തിലേക്ക് ഉയരുകയാണ്. എന്താ സുതലം എന്ന് പറഞ്ഞാൽ സുതലം എന്നാണ്, ശ്രേഷ്ഠമായ തലം എന്നാണ്. എന്താ അർത്ഥം? എല്ലാറ്റിനോടും കൂടെ നല്ലതിനോടൊക്കെ ചേരുക, നല്ലതിൻ്റെ കൂടെ നിൽക്കുക. അതുകൊണ്ടാണ് പ്രജകളുടെ നന്മ കാണാൻ വേണ്ടി മഹാബലി വരുന്നു എന്ന് വിശ്വസിക്കുന്നത്. നന്മയുടെ കൂടെ നിൽക്കുക, നല്ലതിൻ്റെ കൂടെ ചേരുക, നല്ല ആഘോഷങ്ങളുടെ കൂടെ ചേരുക. അവിടെയാണ് നാം സ്വർഗത്തിലെത്തുന്നത്. അല്ലാതെ ആകാശത്തിനപ്പുറത്തുള്ളൊരു സ്വർഗമല്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു സ്വർഗത്തിലേക്ക് നിങ്ങൾ വരണം. ഇതാണ് ക്രിസ്തുദേവൻ പഠിപ്പിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ പഠിപ്പിച്ചെങ്കിൽ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു മതത്തെ നിന്ദിക്കുന്ന വിധത്തിൽ പറയുന്നതൊട്ടും ശരിയല്ല. മോറോവർ, നിങ്ങൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യൂ. നിങ്ങളുടെയൊക്കെ പൂർവികന്മാർ അവർ ഓണം ആഘോഷിച്ച ഹിന്ദുക്കളായിരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ആത്മാവും ഉണ്ടാവില്ലേ? അവരൊക്കെ പണ്ട് ഓണം ആഘോഷിച്ചവരാണ്. അപ്പം നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ പൂർവികരുടെ ആത്മാവല്ലേ സന്തോഷിക്കുന്നത്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് നല്ലതിനോടൊപ്പം നിൽക്കാൻ, നല്ലതിനോട് ചേരാൻ, നല്ലതിനോടൊപ്പം ആഘോഷിക്കാൻ, അങ്ങനെ നല്ലൊരു ഹൃദയമുള്ളവരായി, സ്വർഗരാജ്യം ഉള്ളിൽ കണ്ടെത്തുന്നവരായി, സ്വർഗരാജ്യത്തെ മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുന്നവരായി, പ്രകാശിപ്പിക്കുന്നവരായി മാറുമ്പോഴല്ലേ നിങ്ങൾ നല്ലൊരു ക്രിസ്ത്യനാവുള്ളൂ. ഇതുപോലെയാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. മാവേലി നാട് വാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. എല്ലാവരും ആമോദത്തോടെ വസിക്കുന്നൊരു കാലം അതല്ലേ വരേണ്ടത്? അതിനല്ലേ ഓണം ആഘോഷിക്കുന്നത്? അപ്പം അതിലെന്തിനാണ് വികലമായ ചിന്തകളൊക്കെ കുത്തി നടക്കുന്നത്? അതുകൊണ്ട് ദയവ് വിചാരിച്ച് മഹത്തായ നിങ്ങളുടെ പൂർവികർ കൊണ്ടു നടന്ന ഭാരതത്തിൻ്റെ സനാതന സംസ്കൃതിയെ നിങ്ങൾ വെറുതെ
പരിഹസിക്കരുത്, നിന്ദിക്കരുത്. നിങ്ങൾക്കതിൻ്റെ ആഴവും പരപ്പും അറിയില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കടക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആചാര്യന്മാരോട് ചോദിക്കണം എന്താണ് ഈ കഥയുടെ പൊരുളെന്ന്. അതുകൊണ്ട് കഥയുടെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് വിമർശിക്കുക. എല്ലാവർക്കും നല്ലത് വരാനാണ് ഓണം. എല്ലാ മനസ്സിനെയും ഒന്നാക്കാനും നന്നാക്കുവാനും അതിലൂടെ നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്താനുമാണ് ഓണം നാം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നല്ലതുണ്ടാവാൻ ചിന്തിക്കുക. അതിനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സ്വർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, പ്രണാമം.